ഹായ് ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്നുള്ളത് വേൾഡ് ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആയ ദുബായ് മിറാക്കിൾ ഗാർഡനിലാണ് കേട്ടോ. ദുബായിലെ ഡേ 2 നമ്മൾ കാണാൻ പോകുന്നത് മിറാക്കിൾ ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനും ഗ്ലോബൽ വില്ലേജും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിറാക്കിൾ ഗാർഡനിലേക്കാണ് പോകുന്നത്. നമ്മൾ എന്നുള്ളത് ദുബായ് ബസ്സിലാണ്. അപ്പോൾ യൂണിയൻ മെട്രോയിൽ നിന്ന് മോൾ ഓഫ് എമിറേറ്റ്സ് വരെ നമുക്ക് മെട്രോ അവൈലബിലിറ്റി ഉള്ളൂ. സോ അവിടെ നമ്മൾ ബസ്സിൽ പോവാണ്. സെയിം നോവൽ കാർഡ് തന്നെ നമുക്ക് ബസ്സിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നോവൽ കാർഡ് എങ്ങനെ എടുക്കേണ്ടെന്നുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വേണമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബസ്സിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ്സ് വാക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്ക് എത്തും. അപ്പോൾ അതേ നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ വൺ ഓഫ് ദ എൻട്രൻസിൽ നിൽക്കുവാണ് കേട്ടോ. ഡിഫറെൻറ്റ് എൻട്രൻസ് ഉണ്ട്. അതിലൊരു എൻട്രൻസിലാണ് നമ്മളെ ബസ് നിർത്തിയത്. അപ്പോൾ അത് ഈ പിങ്ക് ബിൽഡിങ്ങിലാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് കയറേണ്ടത്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഹെഡ് ഔട്ട് എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. എപ്പോഴും ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ പോയി ക്യൂ നിൽക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒന്നും കിട്ടത്തുമില്ല. 15% വരെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കോംബോ ടിക്കറ്റ്സും കിട്ടും. ഞങ്ങളെടുത്ത ടിക്കറ്റ് മിറാക്കിൾ ഗാർഡൻ്റെയും ഗ്ലോബൽ വില്ലേജിൻ്റെയും കൂടെ കോംബോ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇന്നുള്ളത് വേൾഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്ലവർ ഗാർഡനിലാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഫ്ലോറൽ സ്ട്രക്ചറും നമുക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും. പൂക്കളുടെ ഒരു ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കൊടകൾ കൊണ്ട് ഒരു ടണൽ, അതിന് താഴെയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സീറ്റിംഗ് സ്പേസ് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു നല്ല കാഴ്ചയാണ്. നടക്കുന്ന വഴികളൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പൂക്കൾ കൊണ്ടുള്ള ഓരോ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റെപ്സ് കയറി പോകുമ്പോഴേക്കും നമുക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച എമിറേറ്റ്സ് A380 വിമാനം കാണാൻ പറ്റും കേട്ടോ. 5 ലക്ഷം പൂക്കൾ കൊണ്ടാണ് ഈ ഒരു വിമാനം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ സ്റ്റെപ്സ് കയറി പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുതിരയും ആനയും അതുപോലെ തന്നെ ഒരു കൊട്ടാരം തന്നെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ഓരോന്നും അത്ഭുതകരമായി തോന്നുന്ന കാഴ്ചയാണ്. 2013 ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും ചേർന്ന് ഈ ഒരു ഗാർഡൻ ഒരുക്കിയത്. 2013 ഫെബ്രുവരിയിലായിരുന്നു ആദ്യഘട്ട പണിയെല്ലാം പൂർത്തിയായത്. അതുപോലെ തന്നെ ഒക്ടോബർ ആയപ്പോഴേക്കും രണ്ടാമത്തെ ഘട്ട പണികളും പൂർത്തിയായി. അങ്ങനെ അവർ ലോകത്തിനായി ഏറ്റവും വലിയ പൂന്തോട്ടം തുറന്നു കൊടുക്കുമായിരുന്നു കേട്ടോ. ഇതൊരു ഫ്ലോറൽ ക്ലോക്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ടെഡ്ഡി ബിയറും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാർക്കുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പെൻഗിൻസിനെ നമുക്ക് കാണാൻ പറ്റും. വഴികളുടെ സൈഡിൽ തന്നെ ഐസ്ക്രീം സ്പോട്ട്സും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സെറ്റപ്പും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറബിക് ഡ്രസ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്കൊരു ലേക്ക് വ്യൂ സെറ്റപ്പ് കാണാൻ പറ്റും കേട്ടോ. വീലൊക്കെ വെച്ചിട്ട് അതിനടുത്തായിട്ട് തന്നെ ഒരു കുതിരയുടെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആണ് എല്ലാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മരത്തിൻ്റെ 2 സൈഡിലായിട്ട് മയിലുകളുടെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഫുള്ളി ഫ്ലവേഴ്സ് കൊണ്ടുള്ളൊരു സ്ട്രക്ചർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്. ഒരു 3 to 4 hours നടന്ന് കാണാനുള്ളത് എന്തായാലും ഈ ഒരു ഗാർഡനകത്ത് ഉണ്ട് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഡാൻസിങ് ഡോൾസ് ആണ് കേട്ടോ. ഫുള്ളി ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ ഡാൻസിങ് ഡോൾസ്, ഒരു അടിപൊളി കാഴ്ച തന്നെയാണത്. ഈ കണ്ട സ്ട്രക്ചറിൽ അത്രയും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഡാൻസിങ് ഡോളാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് അലാദീനെയും കാണാൻ പറ്റും. മോർണിംഗ് 9 AM to 9 PM ആണ് വർക്കിംഗ് ഡേയ്സിൽ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വരുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ്സിൽ 9 AM to 11 PM ആണ് കേട്ടോ. അപ്പോൾ നവംബർ ടു മെയ് സീസണിൽ മാത്രമേ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് വെബ്സൈറ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം വരിക.
ഇപ്പോൾ ദുബായ് വരുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു പ്ലേസ് കണ്ടിട്ട് തന്നെ പോകാട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് പോകുന്നത്. രണ്ടും സെയിം പ്ലേസിലാണ് ഉള്ളത് കേട്ടോ. കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ഒരു 3 മിനിറ്റ്സ് വാക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻട്രൻസിൽ എത്തി കേട്ടോ. ഓൺലൈൻ ടിക്കറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. ഹെഡ് ഔട്ട് ആപ്പിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ്സ് എടുത്തത്. ടിക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ എൻട്രൻസിലേക്ക് പോവാണ്. കയറുമ്പോൾ തന്നെ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു ആർച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്നത് ബട്ടർഫ്ലൈ കൊണ്ടുള്ള എക്സിബിഷൻസ് ആണ് കേട്ടോ. ഫുള്ള് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് കൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറുമ്പോഴേക്കും 4 സോണായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഗാർഡൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിറയെ പൂക്കളൊക്കെ ആയിട്ട്. നമുക്ക് ബട്ടർഫ്ലൈസിനെയൊക്കെ ഇതുപോലെ കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഗാർഡനാണിത്. സോൺ 1 നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും കുട്ടികൾക്കായിട്ട് ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പെയിൻറ്റിങ് പോലത്തെ ആക്ടിവിറ്റീസൊക്കെ അവിടെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിൽ ഒരു ബട്ടർഫ്ലൈ വരാനായിട്ട് നോക്കിയിട്ടോ. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അവിടുത്തെ ഒരു വർക്ക് ചെയ്യുന്ന ചേച്ചി എനിക്ക് കയ്യിലെടുത്ത് തരാണ് ചെയ്തത്. ഇതിനകത്ത് തന്നെ കുഞ്ഞു വാട്ടർ തീമും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോണ്ടിലായിട്ട് കുറച്ച് ഫിഷൊക്കെ ആയിട്ട്. അതും ബ്യൂട്ടിഫുൾ ആണ്. നാല് സോണുകളായിട്ടാണ് അവർ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും എൻ്റെ ഫേവറേറ്റ് സോൺ 4 ആണ് കേട്ടോ. സോൺ 4ലാണ് നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡനകത്ത് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വിസിറ്റ് ചെയ്താൽ മതി. കാരണം ഞാൻ മസ്റ്റ് വിസിറ്റ് എന്ന് പറയത്തില്ല. കാരണം അതിന് മാത്രമൊന്നും കാണാൻ അതിനകത്തില്ല. ഫുൾ ഓഫ് ബട്ടർഫ്ലൈസ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഡേ 2 നമ്മൾ ഗ്ലോബൽ വില്ലേജ് കൂടെ കവർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചാൽ കുറച്ച് ലെങ്തി ആയി പോകും. അതുകൊണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.